ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ ഇംഗ്ലീഷ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ ദി ഇൻ്റർപ്രിറ്റർ ഓഫ് മാലഡീസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യൻ അമേരിക്കൻ റൈറ്ററായിട്ടുള്ള ജുംബ ലാഹിരി എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. നമ്മളിവിടെ അതിൻ്റെ ചെറിയൊരു സമ്മറിയും അതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. ദ സ്റ്റോറി ഈസ് സെറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വെച്ചിട്ടാണ് ഈ കഥ നടക്കുന്നത്. Were a family of Indian American tourists, Mr. and Mrs. Das, and their 3 children, Tina, Ronnie, and Bobby, hire Mr. Kapasi, an Indian tour guide. ഇന്ത്യയിലേക്ക് ഒരു ഇന്ത്യൻ അമേരിക്കൻ ഫാമിലി ടൂർ വന്നിരിക്കുകയാണ്. അവരുടെ പാരൻസ് അമേരിക്കയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ അവർ അമേരിക്കയിൽ ജീവിച്ചു വളർന്നിട്ടുള്ള ആളുകളാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ദാസ്. അവരും അവരുടെ 3 കുട്ടികളും ഇന്ത്യയിലേക്ക് ടൂർ വന്നിരിക്കുന്നു. മിസ്റ്റർ കബാസി എന്ന് പേരുള്ള ഒരു ടൂറിസ്റ്റ് ഗൈഡിനെ അവർ ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ടു ടേക്ക് ദം ടു ദ സൺ ടെമ്പിൾ അറ്റ് കൊണാർക്ക്. ഈ കഥയിൽ അവർ പോകുന്ന സ്ഥലം കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയിട്ട് മിസ്റ്റർ കബാസി എന്ന് പേരുള്ള ഒരു ടൂറിസ്റ്റ് ഗൈഡിൻ്റെ കൂടെ ഈ ഫാമിലി പോകുന്നതാണ് നമ്മൾ കഥയിൽ കാണുന്നത്. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് എ സീൻ അറ്റ് എ ടീ സ്റ്റോൾ. ഒരു ചായക്കടയിൽ നടക്കുന്ന ഒരു രംഗത്തോട് കൂടിയിട്ടാണ് കഥ ആരംഭിക്കുന്നത്. Where Mr. and Mrs. Das argue about who should take care of their daughter Tina. അവിടെ മിസ്റ്റർ ദാസും ആളുടെ വൈഫും അവരുടെ കുട്ടീനെ ആര് നോക്കും എന്ന് പറഞ്ഞുകൊണ്ട് തർക്കിക്കുകയാണ്. ഇന്നലെ ഞാൻ നോക്കി, മിനിഞ്ഞാന്ന് നീ നോക്കി എന്നുള്ള രീതിയിൽ ആരാണ് ഇന്ന് കുട്ടിയെ നോക്കേണ്ടതെന്നാണ് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ കബാസി ഒബ്സർവ്സ് ദ ഫാമിലി ആൻഡ് നോട്ടീസസ് ദെയർ ഫോറിൻ അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ. ഇയാൾ ഈ ഫാമിലിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അപ്പിയറൻസിലും ബിഹേവിയറിലൊക്കെ ഫോറിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ വസ്ത്രധാരണം വിദേശികളുടേതുപോലെയാണ്. ഈ മിസ്സിസ് ദാസ് ഒരു സ്കേർട്ടാണ് ധരിച്ചിരിക്കുന്നത്. അതുപോലെ അവരുടെ പെരുമാറ്റത്തിലെല്ലാം ഒരു വിദേശികളുടെ സ്വഭാവമാണെന്നുള്ളത് ഇയാൾ കാണുന്നുണ്ട്. ഹി ഓൾസോ നോട്ടീസസ് മിസ്സിസ് ദാസ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഹിം ആൻഡ് ഹെർ ഹസ്ബൻഡ്. ഇനി മിസ്സിസ് ദാസ് ആണെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ്. ഇയാളോടും സംസാരിക്കുന്നില്ല, ആളുടെ ഹസ്ബൻഡിനോടും സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇരിക്കുന്നത് ഇയാൾ കാണുന്നുണ്ട്. ഹി തിങ്സ് ദേ ആർ മോർ ലൈക്ക് സിബിലിങ്സ് ദാൻ പാരൻസ്. പിന്നെ ഇയാൾ ചിന്തിക്കുന്നത് അവർ സിബിലിങ്സിനെ പോലെയാണ്, സഹോദരങ്ങളെ പോലെയാണ്, പാരൻസിനെ പോലെയല്ല എന്നാണ് ആൾ ചിന്തിക്കുന്നത്. ഈ ചേട്ടനും ചേച്ചിയെയും ചെറിയ കുട്ടികളെ തന്നെ നോക്കാൻ ഏൽപ്പിക്കുമ്പോൾ പെരുമാറുന്നത് പോലെയാണ് ഇവർ, അല്ലാതെ പാരൻസിനെ പോലെയല്ല ഇവർ പെരുമാറുക എന്നുള്ള കാര്യം ഇയാൾ ചിന്തിക്കുന്നു. ദ സ്റ്റോറി ദെൻ ഫോളോസ് ദ കാർ റൈഡ് ടു ദ ടെമ്പിൾ. പിന്നീട് ഇവർ ഈ കാറിൽ, ഒരു അംബാസഡർ കാറിൽ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് കഥയിൽ കാണുന്നത്. ഈ കഥയുടെ ഇടയിൽ AC കാറിൽ എന്നുള്ള രീതിയിലൊക്കെ ഈ മിസ്സിസ് ദാസോടൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. വേർ മിസ്റ്റർ കപാസി ആൻഡ് മിസ്സിസ് ദാസ് ഹാവ് എ കോൺവെർസേഷൻ അബൌട്ട് ഹിസ് ജോബ് ആസ് ആൻ ഇൻ്റർപ്രിറ്റർ ഇൻ ഡോക്ടേഴ്സ് ഓഫീസ്. ഇനി ഇതിൻ്റെ ഇടയിൽ ഇവർ സംസാരിക്കുന്നു. അപ്പോൾ മിസ്റ്റർ ദാസ് ആണ് കബാസിയുടെ അടുത്ത് ചോദിക്കുന്നത്, എന്നും ഇങ്ങനെ ഒരേ സ്ഥലം തന്നെ കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കില്ലേ എന്ന്. അപ്പോൾ അയാൾ പറയുന്നു, എനിക്ക് ഈ ജോലി മാത്രമല്ല വേറൊരു ജോലി കൂടി ഉണ്ടെന്ന്. അങ്ങനെയാണ് ഇവരിങ്ങനെ സംസാരത്തിൽ ഏർപ്പെടുന്നത്. ആളുടെ ജോലി എന്ന് പറയുന്നത് ഇൻ്റർപ്രിറ്ററാണ്. ഒരു ഡോക്ടറുടെ ഓഫീസിൽ അയാൾ ഇങ്ങനെ ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റർ എന്നുള്ളതാണ് ആളുടെ ജോലി ഉള്ളത്. മിസ്റ്റർ കപാസി എക്സ്പ്ലെയിൻസ് ദാറ്റ് ഹി വർക്ക്സ് ആസ് എ ട്രാൻസ്ലേറ്റർ ഫോർ പേഷ്യൻസ് ഹൂ സ്പീക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് and that he helps him communicate their symptoms to the doctor. അയാളുടെ ജോലി എന്ന് പറയുന്നത് ഡോക്ടറെ കാണാൻ വരുന്ന തൊഴിലാളികൾ ചിലപ്പോൾ വേറെ സംസ്ഥാനത്ത് നിന്ന് വന്ന ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ പറയുന്നത് ഡോക്ടർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവർ അവരുടെ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ ഡോക്ടർക്ക് ഇയാൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇയാളുടെ ജോലി. മിസ്സിസ് ദാസ് ഈസ് ഫാസിനേറ്റഡ് ബൈ ഹിസ് ജോബ് ആൻഡ് കോൾസ് ഹിം ആൻ ഇൻ്റർപ്രിറ്റർ ഓഫ് മാലഡീസ്. ഇത് കേട്ടപ്പോൾ മിസ്സിസ് ദാസിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഒരു വ്യത്യസ്തമായിട്ടുള്ള ജോലിയാണ്, വളരെ റെസ്പോൺസിബിൾ ആയിട്ടൊരു കാര്യമാണെന്നാണ് പറയുന്നത്. കറക്റ്റായിട്ട് ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഡോക്ടർക്ക് ചികിത്സിക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ ഉത്തരവാദിത്വം നിറഞ്ഞൊരു കാര്യമാണ്, റൊമാൻറ്റിക് ആയൊരു ജോലിയാണ് എന്നൊക്കെ മിസ്സിസ് ദാസിനെ പറയുന്നുണ്ട്. എന്നിട്ട് ഇയാളെ ഇൻ്റർപ്രിറ്റർ ഓഫ് മാലഡീസ് എന്നും ഈ മിസ്സിസ് ദാസ് വിളിക്കുന്നുണ്ട്. അതായത് അസുഖങ്ങളുടെ വ്യാഖ്യാതാവ് എന്നാണ് മിസ്സിസ് ദാസ് ഇയാളെ വിശേഷിപ്പിക്കുന്നത്. മിസ്റ്റർ കപാസി സ്റ്റാർട്ട്സ് ടു ഫാൻറ്റസൈസ് എ കണക്ഷൻ വിത്ത് മിസ്സിസ് ദാസ്. ഈ മിസ്സിസ് ദാസ് ഇയാളുടെ ജോലിയെ കുറിച്ചൊക്കെ ഇങ്ങനെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ മിസ്റ്റർ കപാസി അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുകയാണ്. എസ്പെഷ്യലി വെൻ ഷീ ആസ്ക്ഡ് ഹിം ഹിസ് അഡ്രസ്സ്. പ്രത്യേകിച്ചും ഈ മിസ്സിസ് ദാസ് ഇവർ ഒരുമിച്ചൊരു ഫോട്ടോ എടുത്തതിന് ശേഷം ഇയാളുടെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ആ ഫോട്ടോ അയച്ചു കൊടുക്കാനാണ് പറയുന്നത്. ഹി ബിഗിൻസ് ടു ഡ്രീം ഓഫ് എക്സ്ചേഞ്ചിങ് ലെറ്റേഴ്സ് വിത്ത് ഹർ. ഈ സമയത്ത് ഇയാൾ
അവരുമായിട്ട് ഇങ്ങനെ കത്തുകൾ നിരന്തരം എഴുതുന്നതിനെ കുറിച്ചൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും കത്തിൽ എഴുതുക, എന്തൊക്കെ വിശേഷങ്ങളായിരിക്കും പങ്കുവയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മിസ്റ്റർ കപ്പാസി ഏറെക്കുറെ ഒരു സ്വപ്ന ലോകത്തേക്ക് പോവുകയാണ്. ഹി തിങ്സ് ദാറ്റ് ദേ ഹാവ് എ കണക്ഷൻ ആസ് ബോത്ത് ആർ ട്രാപ്ഡ് ഇൻ അൺഹാപ്പി മാരേജസ്. അയാൾ കരുതുന്നത് രണ്ടുപേരും തമ്മിൽ കണക്ഷൻ ഉണ്ട്, രണ്ടുപേരും അൺഹാപ്പി മാരേജസിലാണുള്ളത്. മിസ്റ്റർ കപ്പാസി അയാളുടെ വൈഫ് അയാളെ മനസ്സിലാക്കുന്നില്ല എന്നാണ് കരുതുന്നത്. മിസ്റ്റർ ദാസും മിസ്സിസ് ദാസും ഇയാൾ കാണുമ്പോൾ അവർ നമ്മളിങ്ങനെ കാര്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊന്നും കാണുന്നില്ല. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ അൺഹാപ്പി മാരേജസിലാണുള്ളത്, അവർ നമ്മളൊരു കണക്ഷൻ വർക്കൗട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെന്നൊക്കെ ഇയാൾ ചിന്തിക്കുകയാണ്. ഹി റിമെമ്പേഴ്സ് ഹൗ ഹിസ് വൈഫ് നെവർ കോംപ്ലിമെന്റഡ് ഹിസ് ടാലന്റ് ഇൻ ഹിസ് ജോബ്. പ്രത്യേകിച്ചും അയാളുടെ വൈഫിനെ കുറിച്ച് അയാൾ ഇപ്പോൾ ആലോചിക്കുകയാണ്. അയാളുടെ ജോലിയെ കുറിച്ചിട്ട് ഇതുവരെ അയാളുടെ വൈഫ് ഒരു പ്രശംസ വാക്ക് പറഞ്ഞിട്ടില്ല. മിസ്സിസ് ദാസ് ഇപ്പോൾ അത് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയൊക്കെ മിസ്സിസ് ദാസുമായിട്ട് ഒരു കണക്ഷൻ നിലനിർത്തുന്നതിനെ കുറിച്ചിട്ട് ഈ മിസ്റ്റർ കപ്പാസി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇയാളുടെ ചിന്തകളിലും സ്വപ്നങ്ങളിലും ഒക്കെയാണ് കുറച്ചു നേരം കഥ മുന്നോട്ട് പോകുന്നത്. ലേറ്റർ അറ്റ് ദ ഹിൽസ് ഷീ കൺഫൈഡ്സ് ഇൻ ഹിം അബൌട്ട് ഹെർ അഫയർ ആൻഡ് ഹെർ ഗിൽറ്റ്. പിന്നീട് അവർ അടുത്ത സ്ഥലം കാണുന്നതിന് വേണ്ടി ഒരു ഹിൽ ഏരിയയിൽ എത്തിയ സമയത്ത് അവിടെ വെച്ചാണ് മിസ്സിസ് ദാസ് ഇയാളുടെ ഒരു കാര്യം പറയുന്നത്. അവളുടെ ഒരു അഫയറിനെ കുറിച്ചിട്ടും അതിലുള്ള അവളുടെ ഒരു കുറ്റബോധത്തിനെ കുറിച്ചിട്ടുമാണ് അവൾ പറയുന്നത്. ഹോപ്പിംഗ് ദാറ്റ് ഹീ ക്യാൻ ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. അവൾ പ്രതീക്ഷിക്കുന്നത് ഇയാളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് അവളെ ആശ്വസിപ്പിക്കാൻ കഴിയും എന്നെല്ലാമാണ്. ഷീ റിവീൽസ് ദാറ്റ് ഹെർ സൺ ബോബി ഈസ് നോട്ട് മിസ്റ്റർ ദാസ് സൺ. അവൾ പറയുന്നത് അവളുടെ രണ്ടാമത്തെ കുട്ടിയായിട്ടുള്ള ബോബി മിസ്റ്റർ ദാസിൻ്റെതല്ല, മിസ്റ്റർ ദാസിന്റെ ഒരു സുഹൃത്താണ് ആ കുട്ടിയുടെ പിതാവ് എന്നാണ് അവൾ പറയുന്നത്. ഷീ സേസ് ദാറ്റ് ഷീ ഹാസ് നെവർ ടോൾഡ് എനിവൺ അബൌട്ട് ദിസ് സീക്രട്ട് ആൻഡ് ദാറ്റ് ഷീ ഫീൽസ് അൺഹാപ്പി. ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവൾ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പം ഈ ഒരു രഹസ്യം മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുന്ന കാരണം കൊണ്ട് കുറേ കാലമായിട്ട് അവൾ അൺഹാപ്പി ആണെന്നെല്ലാമാണ് ഇവൾ പറയുന്നത്. മിസ്റ്റർ കപ്പാസി ഈസ് ബോത്ത് ഇൻട്രീഗ്ഡ് ആൻഡ് റിപ്പൾസ്ഡ് ബൈ ഹെർ കൺഫഷൻ. ഇത് കേട്ടപ്പോൾ ഇയാൾക്കൊരു ഞെട്ടലും എന്തിനാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് പറയണമെന്ന് തോന്നലാണ് അയാൾക്ക് ഉണ്ടാവുന്നത്. ഹി ഡസൻറ്റ് കൺസോൾ ഹെർ ആസ് ഷീ ഹാഡ് എക്സ്പെക്റ്റഡ്. അവൾ പ്രതീക്ഷിച്ച പോലെ ഇയാൾ അവളെ ആശ്വസിപ്പിക്കുന്നില്ല. ഇൻസ്റ്റെഡ് ഹി ആസ്ക്ഡ് ഹെർ വാട്ട് ഷീ ഫീൽസ് ഈസ് റിയൽ പെയിൻ ഓർ ഗിൽറ്റ്. പകരം അയാൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും വേദനയാണോ അനുഭവിക്കുന്നത്, നിങ്ങൾ കുറ്റബോധമാണോ അനുഭവിക്കുന്നത് എന്നൊരു ചോദ്യമാണ് അയാൾ ചോദിക്കുന്നത്. പിന്നീട് അവർ സംസാരിക്കുന്നില്ല. അങ്ങനെ ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും എന്നുള്ള അയാളുടെ ധാരണയൊക്കെ വെറും മിഥ്യാധാരണയായിരുന്നു എന്നുള്ള കാര്യം അയാൾ തിരിച്ചറിയാണ്. ദ സ്റ്റോറി എൻഡ്സ് വിത്ത് എ ഡ്രാമാറ്റിക് ഇൻസിഡന്റ്. ഒരു നാടകീയ സംഭവത്തോടു കൂടിയാണ് കഥ അവസാനിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് മങ്കീസ് അറ്റാക്ക് ബോബി. ഈ രണ്ടാമത്തെ കുട്ടിയായിട്ടുള്ള ബോബിയെ ഒരു കൂട്ടം കുരങ്ങന്മാർ ആക്രമിക്കുകയാണ്. വടിയൊക്കെ എടുത്തിട്ടാണ് കുരങ്ങന്മാർ ഈ കുട്ടിയെ തല്ലുന്നത്. മിസ്റ്റർ കപ്പാസി സ്കെയർസ് അവേ ദ മങ്കീസ് വിത്ത് എ സ്റ്റിക്ക്. അപ്പോൾ ഈ കുട്ടിയുടെ പാരൻസ് ഇയാളോട് പറയുന്നുണ്ട് എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇയാളൊരു വടി എടുത്തുകൊണ്ട് ഈ കുരങ്ങന്മാരെ ഓടിക്കുന്നു. ബാക്ക് ഇൻ ദ കാർ വെൻ മിസ്സിസ് ദാസ് ടുക്ക് ഹെർ ഹെയർ ബ്രഷ് ഫ്രം ഹെർ ബാഗ് ഹീ സീസ് ദ പീസ് ഓഫ് പേപ്പർ വിത്ത് ഹിസ് അഡ്രസ് ഓൺ ഇറ്റ് ബ്ലോൺ അവേ ഇൻ ദ വിൻഡ്. അങ്ങനെ തിരിച്ച് കാറിലെത്തിയ സമയത്ത് ഈ കുട്ടിക്ക് അവർ ബാൻഡേഡ് കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല, കാര്യമായിട്ട് പരിക്കൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടിയുടെ മുടി ചീകി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മിസ്സിസ് ദാസ് ഈ പേഴ്സിൽ നിന്ന് ചീപ്പ് എടുക്കുന്ന സമയത്ത് ഇയാൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്ന അഡ്രസ്സിൻ്റെ കടലാസ് കാറ്റിൽ പറന്നു പോകുന്നത് ഇയാൾ കാണുകയാണ്. അത് കണ്ടുകൊണ്ട് അയാൾ ഇരിക്കുന്നതോട് കൂടിയിട്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. സോ ഈ കഥയിൽ നമ്മൾ കാണുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നൊരു തീമും അതുപോലെ തന്നെ ഈ കൾച്ചറൽ ഡിഫറൻസസ്, രണ്ട് രാജ്യങ്ങളിലെ ആളുകൾ തമ്മിലുള്ള കൾച്ചറൽ ഡിഫറൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിൽ കാണുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് വാസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് മിസ്റ്റർ കപ്പാസി നോട്ടീസ്ഡ് അബൌട്ട് ദ ദാസ് ഫാമിലി? ഈ ദാസ് ഫാമിലിയെ കുറിച്ചിട്ട് ഇയാൾ ആദ്യം ശ്രദ്ധിച്ച കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഫസ്റ്റ് തിങ് മിസ്റ്റർ കപ്പാസി നോട്ടീസ്ഡ് അബൌട്ട് ദ ദാസ് ഫാമിലി വാസ് ദാറ്റ് ദേ വെർ വെരി യങ്. ഇയാൾ ആദ്യം ശ്രദ്ധിച്ച കാര്യം അവർ വളരെ ചെറുപ്പമാണ്. 3 കുട്ടികളുടെ പേരൻസ് അവരുടെ പ്രായമൊന്നും അവർക്കില്ല എന്നുള്ളതാണ് ഇയാൾ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം. ടു വിച്ച് ഡെസ്റ്റിനേഷൻ വാസ് ദ ദാസ് ഫാമിലി ഹെഡഡ് ഇൻ മിസ്റ്റർ കപ്പാസീസ് അംബാസിഡർ കാർ? എവിടേക്കാണ് ഇവർ മിസ്റ്റർ കപ്പാസിയുടെ അംബാസിഡർ കാറിൽ പോയിക്കൊണ്ടിരുന്നത്? ദ ദാസ് ഫാമിലി വാസ് ഹെഡഡ് ടു ദ സൺ ടെമ്പിൾ ഓഫ് കൊണാർക്ക് ഇൻ മിസ്റ്റർ കപ്പാസീസ് അംബാസിഡർ കാർ. അവർ കൊണാർക്കിൽ സൂര്യക്ഷേത്രം കാണുന്നതിന് വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. Why did Mr. Kapasi find it strange that Mr. Das referred to his wife by her first name while speaking to his children? ഇനി മിസ്റ്റർ ദാസ് അയാളുടെ കുട്ടികളുടെ അടുത്ത് അയാളുടെ വൈഫിനെ കുറിച്ച് പറയുമ്പോൾ അമ്മ എന്നല്ല പറയുന്നത്, വൈഫിന്റെ പേരാണ് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് മിസ്റ്റർ കപ്പാസിക്ക് അത് സ്ട്രേഞ്ച് ആണെന്ന് തോന്നിയത്?
മിസ്റ്റർ കപ്പാസി ഫൗണ്ട് ഇറ്റ് സ്ട്രേഞ്ച് ബിക്കോസ് ഓഫ് കൾച്ചറൽ ഡിഫറൻസസ്. ഈ കൾച്ചറിലുള്ള വ്യത്യാസങ്ങൾ കാരണം കൊണ്ടാണ് അയാൾക്കത് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നത്. ഇൻ ഇന്ത്യ ഷീ ഷുഡ് ബി റെഫേർഡ് ടു ആസ് മദർ വെൻ സ്പീക്കിംഗ് ടു ചിൽഡ്രൻ. ഇന്ത്യയിലാണെങ്കിൽ ഈ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അമ്മ എന്നാണ് പറയേണ്ടത്. പക്ഷേ ഈ ഫോറിൻ കൾച്ചറിനകത്ത് അവർ പേരാണ് ഉപയോഗിക്കുന്നത്. അതാണ് അയാൾക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയത്. വേർ ഇൻ ദ US ഡിഡ് മിസ്റ്റർ ദാസ് ലിവ്? വാട്ട് വാസ് ഹിസ് ജോബ്? മിസ്റ്റർ ദാസ് അമേരിക്കയിൽ എവിടെയാണ് ജീവിച്ചിരുന്നത്? എന്തായിരുന്നു ആളുടെ ജോലി? മിസ്റ്റർ ദാസ് ലിവ്ഡ് ഇൻ ന്യൂ ജേഴ്സി വേർ ഹി വർക്ക്ഡ് ആസ് എ സയൻസ് ടീച്ചർ. അമേരിക്കയിലെ ന്യൂ ജേഴ്സി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇയാൾ ജീവിച്ചിരുന്നത്. അവിടെ അയാൾ ഒരു സയൻസ് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. വാട്ട് അതർ ജോബ് ഡിഡ് മിസ്റ്റർ കപ്പാസി ഡു ഡ്യൂറിങ് ദ വീക്ക് ഡേയ്സ്? ഇയാൾ ഈ ടൂറിസ്റ്റ് ഗൈഡിന്റെ ജോലിക്ക് പുറമെ ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? During the weekdays, Mr. Kapasi worked as an interpreter for a doctor, translating for patients. ഇയാള് ഒരു ഡോക്ടറുടെ ഇന്റർപ്രറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ പേഷ്യൻസ് പറയുന്ന കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അയാളുടെ ജോലി. വൈ ഡിഡ് മിസ്സിസ് ദാസ് തിങ്ക് ദാറ്റ് മിസ്റ്റർ കപ്പാസിസ് ജോബ് വാസ് എ ഹൈലി റെസ്പോൺസിബിൾ വൺ? ഇനി ഇയാളുടെ ജോലിയെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് മിസ്സിസ് ദാസ് പറയുന്നുണ്ട് ഇത് ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോലിയാണെന്നുള്ളത്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്? She thought so because his role was crucial for the correct diagnosis. കാരണം ഈ അസുഖം കൃത്യമായിട്ട് കണ്ടെത്തുന്നതിന് ഈ രോഗികൾ പറയുന്ന ലക്ഷണങ്ങൾ തെറ്റുകൂടാതെ ഇയാൾക്ക് ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിയണം. അതുകൊണ്ടാണത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോലിയാണ് അവർ പറയുന്നത്. വാട്ട് വാസ് മിസ്റ്റർ കപ്പാസിസ് ജോബ് ബിഫോർ ഹി ബിക്കെയിം എ ടൂറിസ്റ്റ് ഗൈഡ് ആൻഡ് ആൻ ഇന്റർപ്രിറ്റർ? വൈ വാസ് ഹി ഫോഴ്സ്ഡ് ടു ഗിവ് ഇറ്റ് അപ്പ്? ഇനി മിസ്റ്റർ കപ്പാസി ഒരു ഇന്റർപ്രറ്ററും ടൂറിസ്റ്റ് ഗൈഡും ആവുന്നതിന് മുമ്പ് എന്തായിരുന്നു അയാളുടെ ജോലി ഉണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് അയാൾ ഉപേക്ഷിച്ചത്? ഹി വാസ് എ ഗ്രാമർ ടീച്ചർ. അയാൾ ഒരു ഗ്രാമർ അധ്യാപകനായിരുന്നു. ഹി വാസ് ഫോഴ്സ്ഡ് ടു ഗിവ് ഇറ്റ് അപ്പ് വെൻ ഹിസ് സൺസ് ഇൽനെസ് റിക്വയർഡ് മോർ മണി ഫോർ ട്രീറ്റ്മെന്റ്. അയാളുടെ മകന് ടൈഫോയിഡ് അസുഖം ബാധിക്കുകയും അതിന് ചികിത്സയ്ക്ക് വേണ്ടി അയാൾക്ക് കൂടുതൽ പണം വേണ്ടി വന്നു എന്നുള്ള സാഹചര്യത്തിലാണ് അയാൾക്ക് അത് ഉപേക്ഷിച്ചുകൊണ്ട് കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു ജോലി കണ്ടെത്തേണ്ട സാഹചര്യം ഉണ്ടായത്. Why did Mrs. Kapasi resent her husband's career as the doctor's interpreter? ഇനി മിസ്റ്റർ കപ്പാസിയുടെ വൈഫ് എന്തുകൊണ്ടാണ് ഇയാളുടെ ജോലി ഇഷ്ടപ്പെടാതിരുന്നത്? ഷീ റിസെന്റഡ് ഇറ്റ് ബിക്കോസ് ഇറ്റ് റിമൈൻഡഡ് ഹെർ ഓഫ് ദ ട്രാജഡി ഇൻവോൾവിംഗ് ദിയർ സൺ. ഈ ഇവരുടെ കുട്ടിക്ക് ഈ അസുഖം ബാധിച്ചിട്ട് ആ കുട്ടി മരിച്ചു പോയിരുന്നു. അപ്പോൾ ഈ ഡോക്ടറുടെ അടുത്ത് ഇയാൾ വർക്ക് ചെയ്യുമ്പോൾ അവൾക്ക് ആ കുട്ടിയുടെ ഓർമ്മകളും കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ദുരന്തമൊക്കെ ഓർമ്മ വരുന്ന കാരണം കൊണ്ടാണ് ഈ ഹസ്ബൻഡിന്റെ ജോലി അവൾക്ക് ഇഷ്ടമില്ലാതിരുന്നത്. വൈ വാസ് മിസ്റ്റർ കപ്പാസി ഫ്ലാറ്റേഡ് ബൈ മിസ്സിസ് ദാസസ് ഇൻട്രസ്റ്റ് ഇൻ ഹിസ് കരിയർ ആസ് എൻ ഇന്റർപ്രിറ്റർ? ഇനി മിസ്സിസ് ദാസ് ഇയാളുടെ ജോലിയെ കുറിച്ച് താല്പര്യപൂർവ്വം സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇയാൾ അത് ഒരു മുഖസ്തുതി പോലെ അതിൽ വീണു പോകുന്നത്? ഹി വാസ് ഫ്ലാറ്റേഡ് ബിക്കോസ് നോബഡി ഹാഡ് എവർ കോംപ്ലിമെന്റഡ് ഹിം ഫോർ ദ ജോബ്. കാരണം അയാളുടെ ജോലിയെ കുറിച്ചിട്ട് ആരും ഇതുപോലെ ഒരു പ്രശംസ വാക്കൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ തോന്നുന്നത്. വൈ ഡിഡ് മിസ്സിസ് ദാസ് ആസ്ക് ഫോർ മിസ്റ്റർ കപ്പാസിസ് അഡ്രസ്? ഇനി എന്തിനാണ് മിസ്സിസ് ദാസ് മിസ്റ്റർ കപ്പാസിയുടെ അഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്? ഷീ ആസ്ക്ഡ് ഫോർ ഹിസ് അഡ്രസ് ടു സെൻഡ് എ ഫോട്ടോഗ്രാഫ് ഓഫ് ദം ടുഗദർ. അവർ ഒരുമിച്ചെടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ അയച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മിസ്സിസ് ദാസ് ഇയാളുടെ അഡ്രസ്സ് ചോദിച്ചത്. Why did Mr. Kapasi want to recheck the address he wrote out to Mrs. Das? അങ്ങനെ ഇയാളൊരു പേപ്പറിനകത്ത് അഡ്രസ്സ് എഴുതി കൊടുത്തപ്പോൾ അത് വീണ്ടും ഒന്നുകൂടി നോക്കണം എന്ന് അയാൾക്ക് തോന്നാനുണ്ടായ കാരണം എന്താണ്? He wanted to recheck the address to ensure he wouldn't miss any letters from her. അയാൾ എങ്ങാനും മിസ്റ്റേക്കൻലി അഡ്രസ്സ് തെറ്റ് ചെയ്തിട്ട് ആ കത്ത് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് അയാൾക്ക് രണ്ടാമത് ഒന്നുകൂടി അത് നോക്കി ഉറപ്പുവരുത്തണമെന്ന് തോന്നിയത്. Which tourist place did Mr. Kapasi suggest to the Das family on their way back? Why? ഇനി ഇവര് ഈ ക്ഷേത്രം കണ്ട് മടങ്ങി വരുന്ന സമയത്ത് അടുത്ത ടൂറിസ്റ്റ് പ്ലേസ് ഇയാൾ ഏതാണ് സജസ്റ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ട്? He suggested visiting the hills at ഉദയഗിരി ആൻഡ് കാന്തഗിരി ടു സ്പെൻഡ് മോർ ടൈം വിത്ത് മിസ്സിസ് ദാസ്. അപ്പോൾ ഇയാൾ ഉദയഗിരി കാന്തഗിരി എന്ന് പറഞ്ഞ ഹിൽ ഏരിയ കാണാനാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇയാൾ ഉദ്ദേശിക്കുന്നത് ടു സ്പെൻഡ് മോർ ടൈം വിത്ത് മിസ്സിസ് ദാസ്. ആ സമയത്തൊക്കെ ഇയാൾ മിസ്സിസ് ദാസുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കാണുകയാണ്. അപ്പോൾ കൂടുതൽ സമയം അവരോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ അടുത്തൊരു സ്ഥലം സജസ്റ്റ് ചെയ്യുന്നത്. വൈ ഡിഡ് മിസ്റ്റർ കപ്പാസി ഫീൽ ഇൻസൾട്ടഡ് വെൻ മിസ്സിസ് ദാസ് റിവീൽ ടു ഹിം ഹെർ ലിറ്റിൽ സീക്രട്ട്? ഇനി മിസ്സിസ് ദാസ് അവരുടെ ഈ രഹസ്യത്തെക്കുറിച്ച് ഇയാളോട് പറഞ്ഞ സമയത്ത് അയാൾക്ക് എന്താ അത് ഇൻസൾട്ടിങ് ആയിട്ട് തോന്നാൻ കാരണം? ഹി ഫെൽറ്റ് ഇൻസൾട്ടഡ് ബിക്കോസ് ഷീ ആസ്ക്ഡ് ഹിം ടു ഇന്റർപ്രറ്റ് എ ട്രിവിയൽ സീക്രട്ട്.
ഇയാൾക്ക് ഇൻസൾട്ടായിട്ട് തോന്നാൻ കാരണം അവളുടെ ഒരു രഹസ്യമാണ് അവൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി അയാളുടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അൺലൈക്ക് സീരിയസ് ഇഷ്യൂസ് ഹി ടിപ്പിക്കലി ഡീൽസ് വിത്ത്. സാധാരണഗതിക്ക് ഇയാൾ ഡോക്ടറുടെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് പേഷ്യൻസ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവളുടെ പേഴ്സണൽ ലൈഫിലെ ഒരു കാര്യമാണ് പറയുന്നുള്ള കാരണം കൊണ്ടാണ് അയാൾക്കത് ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നിയത്. വാട്ട് ഹാപ്പൻ ടു ബോബി അറ്റ് ദ മൊണാസ്റ്റിക് ഹിൽസ്. ഇനി ഇവർ ഹിൽ ഏരിയയിൽ പോയ സമയത്ത് ബോബിക്ക് അവിടെ എന്താണ് സംഭവിച്ചത്? ബോബി വാസ് അറ്റാക്ഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മങ്കീസ്. ബോബിനെ ഒരു കൂട്ടം കുരങ്ങന്മാരെ ആക്രമിക്കുകയായിരുന്നു. ഹി എസ്കേപ്ഡ് വിത്ത് മൈനർ ബ്രൂയിസസ് വെൻ മിസ്റ്റർ കപ്പാസി സ്കെയർഡ് ദ മങ്കീസ് അവേ വിത്ത് സ്റ്റിക്ക്. മിസ്റ്റർ കപ്പാസി ഒരു സ്റ്റിക്ക് എടുത്തുകൊണ്ട് ഈ കുരങ്ങന്മാരെ ഓടിച്ചപ്പോൾ ചെറിയ ബ്രൂയിസസ്, ഒന്ന് തോലൊക്കെ പോകുന്ന തരത്തിലുള്ള ചെറിയ പരിക്കുകളോട് കൂടിയിട്ട് അവൻ രക്ഷപ്പെട്ടു. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ്, അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള പാരഗ്രാഫ്, ഫുൾ ആയിട്ടുള്ള എസ് എ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ PDF അവൈലബിൾ ആണ്. എൻ്റെ കോൺടാക്ട് ചെയ്യാൻ താഴെ കമൻസിനകത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്കതിൻ്റെ PDF അയച്ചു തരാൻ കഴിയും. ഒന്നാമത്തെ ചോദ്യം, വൈ ഡിഡ് മിസ്റ്റർ കപ്പാസി റിഗാർഡ് ദാസ് ഫാമിലി ആസ് സിബിലിങ്സ്? എന്തുകൊണ്ടാണ് മിസ്റ്റർ കപ്പാസിക്ക് ഈ ദാസിന്റെ ഫാമിലി സിബിലിങ്സിനെ പോലെയാണ്, സഹോദരങ്ങളെ പോലെയാണെന്ന് തോന്നിയത്? ദേ ലുക്ക്ഡ് വെരി യങ് ടു ബി പാരൻസ് ഓഫ് 3 ചിൽഡ്രൻ. ഒന്നാമത് ഈ കുട്ടികളുടെ പാരൻസ് ആവാനുള്ള പ്രായം അവർക്ക് തോന്നിച്ചിരുന്നില്ല, ചെറുപ്പമായിരുന്നു അവർ. ദേ ആർഗ്യൂഡ് അബൌട്ട് ഹൂ വുഡ് കെയർ ഫോർ ദ ചിൽഡ്രൻ. കൂടാതെ കുട്ടീനെ ആര് നോക്കും എന്ന് പറഞ്ഞിട്ട് അവർ തർക്കിച്ചിരുന്നു. സാധാരണ പാരൻസ് ചെയ്യുന്നൊരു കാര്യമല്ല. ദേ റെഫേർഡ് ടു ഈച്ച് അതർ ബൈ നെയിംസ് റാദർ ദാൻ ഫാദർ ആൻഡ് മദർ വൈൽ സ്പീക്കിംഗ് ടു ചിൽഡ്രൻ. കൂടാതെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അച്ഛൻ, അമ്മ എന്ന് പറഞ്ഞതിന് പകരം പേരുകളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഇയാൾക്ക് ഇവരുടെ കുടുംബം സിബിലിങ്സിനെ പോലെ തോന്നിയത്. കമന്റ് ഓൺ മിസ്റ്റർ കപ്പാസിസ് പാഷൻ ഫോർ ഫോറിൻ ലാംഗ്വേജസ് ആൻഡ് ഹിസ് ഇനീഷ്യൽ അംബിഷൻ ടു ബിക്കം ഇന്റർനാഷണൽ ഇന്റർപ്രറ്റർ. മിസ്റ്റർ കപ്പാസി ഒരു ഡോക്ടറുടെ അടുത്ത് രോഗികളെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത്. പക്ഷെ ഇയാൾക്ക് പണ്ട് തന്നെ ഇതുപോലൊരു ഇന്റർപ്രറ്റർ ആവണമെന്ന് സ്വപ്നം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഹി വാണ്ടഡ് ടു ബിക്കം ആൻ ഇന്റർനാഷണൽ ഇന്റർപ്രറ്റർ ട്രാൻസ്ലേറ്റിംഗ് പൊളിറ്റിക്കൽ ലീഡേഴ്സ്. ഇയാൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് ഒരു ഇന്റർനാഷണൽ ഇന്റർപ്രറ്റർ ആവണമെന്നാണ്. അതായത് വിദേശ രാജ്യങ്ങളിലെ മന്ത്രിമാരും മറ്റൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇയാളുടെ സ്വപ്നം. ഹി സെൽഫ് ലേൺഡ് മെനി ഫോറിൻ ലാംഗ്വേജസ്. അതിനുവേണ്ടി ഇയാൾ സ്വന്തമായിട്ട് കുറേ വിദേശ ഭാഷകൾ പഠിച്ചു. ഹി കുഡ് സ്പീക്ക് 4 യൂറോപ്യൻ ലാംഗ്വേജസ് ആൻഡ് 4 ഇന്ത്യൻ ലാംഗ്വേജസ്. യൂറോപ്യൻ ലാംഗ്വേജസ് 4 അയാൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഇന്ത്യൻ ഭാഷകളും അയാൾക്ക് 4 സംസാരിക്കാൻ കഴിയുമായിരുന്നു. ബട്ട് വിത്തൗട്ട് പ്രാക്ടീസ് മോസ്റ്റ് ഓഫ് വാട്ട് ഹി ലേൺഡ് ഫെയ്ഡഡ് അവേ. പക്ഷെ ഇത് സ്ഥിരമായിട്ട് സംസാരിക്കാതെ ഉപയോഗിക്കാതെ ഇരുന്നുകൊണ്ട് മറന്നുപോയിക്കൊണ്ട് ഇയാൾ പഠിച്ച കുറേ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇയാൾക്ക് അറിയില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് മാത്രമാണ് അയാൾക്കൊരു ഫോറിൻ ലാംഗ്വേജ് എന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ദി എഫക്റ്റീവ്നെസ് ഓഫ് ദി തേർഡ് പേഴ്സൺ ലിമിറ്റഡ് പോയിന്റ് ഓഫ് വ്യൂ ഇൻ ദ സ്റ്റോറി. ഇനി ഈ സ്റ്റോറിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അതായത് ഒരു ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതിന്റെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദ സ്റ്റോറി ഈസ് ടോൾഡ് ഫ്രം എ തേർഡ് പേഴ്സൺ ലിമിറ്റഡ് പോയിന്റ് ഓഫ് വ്യൂ വിച്ച് റിവീൽസ് ദ പെർസെപ്ഷൻസ് ഓഫ് മിസ്റ്റർ കപ്പാസി ബട്ട് നോട്ട് ദോസ് ഓഫ് ദി അതർ ക്യാരക്ടേഴ്സ്. മിസ്റ്റർ കപ്പാസിയുടെ ചിന്തകൾ മാത്രമാണ് ഓതർ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുള്ളൂ. മറ്റ് ക്യാരക്ടേഴ്സ് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം ഇതിൽ നമുക്ക് അറിയാൻ വേണ്ടി കഴിയില്ല. ദ നരേറ്റർ ഡസ് നോട്ട് ഡിസ്ക്ലോസ് ഇൻഫർമേഷൻ ദാറ്റ് മിസ്റ്റർ കപ്പാസി വുഡ് നോട്ട് നോ. മിസ്റ്റർ കപ്പാസിയുടെ കണ്ണിൽ കാണുന്ന കാര്യങ്ങളും അയാൾക്ക് അറിയുന്ന കാര്യങ്ങളും മാത്രമാണ് നരേറ്റർ നമുക്ക് പറഞ്ഞു തരുന്നുള്ളൂ. അതല്ലാത്ത ഡീറ്റെയിൽസ് ഒരു ഒംനിപൊട്ടൻ നരേറ്റർ എന്നുള്ള രീതിയിൽ അവർ നമുക്ക് വെളിപ്പെടുത്തി തരുന്നില്ല. ബൈ യൂസിങ് ദിസ് പോയിന്റ് ഓഫ് വ്യൂ the author limits the scope of our knowledge about the Das family and emphasizes the disconnection between Mrs. Das and Mr. Kapasi. ഇങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ ഈ മിസ്റ്റർ ദാസിനെ കുറിച്ചും മിസ്സിസ് ദാസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. മിസ്റ്റർ കപ്പാസിക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ആ രീതിയിൽ ഈ മിസ്സിസ് ദാസും മിസ്റ്റർ കപ്പാസിയും ഒരു കണക്ഷൻ ഉണ്ടാവുമെന്നുണ്ടാവുന്ന തോന്നലും പിന്നീട് ആവാതിരിക്കുന്നത് നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഈ പോയിന്റ് ഓഫ് വ്യൂവിൻ്റെ ഒരു ബെനിഫിറ്റ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് എൻ ഇന്റർപ്രറ്റർ ഇൻ ദിസ് സ്റ്റോറി? ഇനി ഈ കഥയിൽ ഒരു ഇന്റർപ്രറ്ററുടെ റോൾ എന്താണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ മിസ്റ്റർ കപ്പാസിസ് ജോബ് ദ റോൾ ഓഫ് എൻ ഇന്റർപ്രറ്റർ ഈസ് ടു ട്രാൻസ്ലേറ്റ് ഡോക്ടേഴ്സ് പേഷ്യൻസ്. ഈ കഥയിൽ മിസ്റ്റർ കപ്പാസിയുടെ ജോലിയായിട്ട് നമ്മൾ കാണുന്നത് ഒരു ഡോക്ടറുടെ പേഷ്യൻസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദ റോൾ ഓഫ് എൻ ഇന്റർപ്രറ്റർ ഈസ് നോട്ട് ലിമിറ്റഡ് ടു ദ ജോബ് ഓഫ് മിസ്റ്റർ കപ്പാസി. പക്ഷെ
ഇയാളുടെ ജോലിയുമായി മാത്രം ബന്ധപ്പെട്ടുകൊണ്ടല്ല ഇന്റർപ്രിറ്റർ എന്നുള്ളൊരു തീം ഈ കഥയ്ക്കകത്ത് വരുന്നത്. മിസ്സിസ് ദാസ് എക്സ്പെക്ട്സ് മിസ്റ്റർ കപാസി ടു ഇന്റർപ്രറ്റ് ഹെർ പെയിൻ ഓഫ് ക്യാരിങ് എ സീക്രട്ട്. മിസ്സിസ് ദാസ് പ്രതീക്ഷിക്കുന്നത് ഒരു രഹസ്യം ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിന്റെ വേദന അയാൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ആ രീതിയിലും ഇന്റർപ്രറ്റർ എന്നുള്ളൊരു തീരുമാനത്ത് വരുന്നുണ്ട്. ഇനി കൂടാതെ ഈ കഥ വായിക്കുന്നവരെല്ലാം ഈ കഥ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ വായനക്കാരെല്ലാം ഇന്റർപ്രറ്റേഴ്സ് ആണ് എന്നും നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതാവുന്നതാണ്. റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദി ഇമ്പാക്ട് ഓഫ് കൾച്ചറൽ ഡിസ്പ്ലേസ്മെന്റ് ഓൺ ദ മൈഗ്രന്റ് ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി. ഇതിൽ മൈഗ്രന്റ് ക്യാരക്ടേഴ്സ് ഈ ദാസ് ആൻഡ് മിസ്സിസ് ദാസ് ആ ഫാമിലിയിൽ അവരുടെ ഈ സാംസ്കാരികമായിട്ടുള്ള ഈ ഒരു വൈരുദ്ധ്യമുണ്ട്. അവർ ഇന്ത്യക്കാരാണ്, പക്ഷെ അമേരിക്കയിലാണ് താമസിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദി ഇമ്പാക്ട് ഓഫ് കൾച്ചറൽ ഡിസ്പ്ലേസ്മെന്റ് ഈ വിസിബിൾ ഇൻ ദ ദാസ് ഫാമിലി. അത് അവരുടെ ഫാമിലിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ദ റിഗാർഡ് ഇന്ത്യ ആസ് എ ഫോറിൻ കൺട്രി ഡിസ്പൈറ്റ് ദർ പാരൻസ് ലിവിങ് ദർ. അവർ ഇന്ത്യയെ ഒരു ഫോറിൻ കൺട്രി പോലെയാണ് കാണുന്നത്, പക്ഷെ അവരുടെ പാരൻസ് ഇവിടെയാണ് ജീവിക്കുന്നത്. മിസ്സിസ് ദാസ്, ഡിസ്പൈറ്റ് ബീയിങ് സെൽഫ് സെൻറ്റേഡ്, ഷോസ് സൈൻ ഓഫ് ഗിൽട്ട് വിച്ച് ക്യാൻ ബി സീൻ ആസ് എ കൾച്ചറൽ കൺഫ്ലിക്റ്റ്. മിസ്സിസ് ദാസ് വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് അതിനകത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അവർക്കൊരു ഗിൽട്ട് ഉണ്ട്, കുറ്റബോധമുണ്ട്. അത് നമുക്ക് അവരുടെ ഈ കൾച്ചറൽ കൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, ഇന്റർപ്രിറ്റർ ഓഫ് മാലഡീസ് റിഫ്ലെക്ട്സ് ദ ട്രോമ ഓഫ് സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ത്രൂ ഇമിഗ്രേഷൻ റിസൾട്ടിങ് ഇൻ ബ്രോക്കൺ ഐഡന്റിറ്റീസ് ആൻഡ് മൾട്ടിപ്പിൾ ഓൺകറാജസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിന്റെ അതേ ഒരു തീം തന്നെയാണ് ഇതിനകത്ത് വരുന്നിട്ടുള്ളത്. ക്യാരക്ടേഴ്സ് അണ്ടർഗോ ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസസ് പോസ്റ്റ് ഇമിഗ്രേഷൻ. ഇമിഗ്രേഷന് ശേഷം അവർക്കൊരു ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മൾ ഡയസ്പോറ എന്നാണ് ഈ ഒരു എഫക്റ്റിനെ പറയാറുള്ളത്. ട്രോമ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ലീഡ്സ് ടു ഫ്രാക്ചേർഡ് ഐഡന്റിറ്റീസ്. അങ്ങനെ അതുമൂലം അവരുടെ ഐഡന്റിറ്റി എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കും. അവരുടെ റൂട്ട് കൺട്രിയുടേതാണോ അതോ അവരിപ്പോൾ താമസിക്കുന്ന കൺട്രിയുടേതാണോ എന്നുള്ള രീതിയിലൊരു കൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവും. ദ ദാസ് ഫാമിലി സ്ട്രഗിൾ വിത്ത് ദ കൾച്ചറൽ റൂട്ട്സ് ആൻഡ് ദ ഡിമാൻഡ്സ് ഓഫ് ദി അഡോപ്റ്റഡ് കൺട്രി. ദാസ് ഫാമിലി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അവരുടെ കൾച്ചറൽ റൂട്ട്, ഇന്ത്യയിലുള്ള കൾച്ചറിന്റെ റൂട്ട് അവരുടെ മനസ്സിൽ ചെറുതായിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് ഡിമാൻഡ്സ് ഓഫ് അഡോപ്റ്റഡ് കൺട്രി, അവർ അമേരിക്കയിലാണ് ജീവിക്കുന്നത്, ആ രാജ്യം അവരിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളും അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഐഡന്റിറ്റി ഇഷ്യൂ ആണ് ഇവർക്ക് ഉള്ളതെന്നാണ് നമുക്കിതിൽ എസ് ആയിട്ട് എഴുതാൻ വേണ്ടി കഴിയുന്നത്. കൂടാതെ ഇതിലെ ഒരു സ്റ്റോറിയും പിന്നെ ഡയസ്പോറ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ നിർബന്ധമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കണം. ഈ ജുംബ ലാഹിരിയുടെ ഈ ഇന്റർപ്രിറ്റർ ഓഫ് മാലഡീസ് എന്ന് പറയുന്ന ആ പുസ്തകത്തിന്റെ തന്നെ ഈ കഥയുടെ കൂടാതെ ബാക്കിയുള്ള കഥകളിൽ തന്നെ കോമൺ തീമായിട്ട് വരുന്നത് ഡയസ്പോറ എന്നുള്ള ഒരു എഫക്റ്റ് ആണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമ്മൾ ഇതിൽ എസ് എഴുതുന്ന സമയത്ത് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ജുംബ ലാഹിരീസ് പോർട്രേയൽ ഓഫ് ദ ഫീമെയിൽ ഡയസ്പോറിക് സബ്ജക്ട് ത്രൂ മിസ്സിസ് ദാസ്. നേരത്തെ പറഞ്ഞ ചോദ്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ മിസ്സിസ് ദാസിനെ ഫോക്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മിസ്സിസ് ദാസ് സിംബലൈസസ് ദ ഡുവാലിറ്റി ഓഫ് ദ ഡയസ്പോറിക് എക്സ്പീരിയൻസ്. ഒരു ഡുവാലിറ്റി, ഇന്ത്യൻ കൾച്ചർ അമേരിക്കൻ കൾച്ചർ എന്നുള്ള ഒരു കൺഫ്ലിക്റ്റ് നമുക്ക് മിസ്സിസ് ദാസിൽ കാണാൻ വേണ്ടി കഴിയും. ഷി നാവിഗേറ്റ്സ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ബീങ് ബോത്ത് ഇന്ത്യൻ ബൈ ഹെറിറ്റേജ് ആൻഡ് അമേരിക്കൻ ബൈ അപ്ബ്രിങ്ങിങ്. അവർ പാരമ്പര്യമായിട്ട് ഇന്ത്യക്കാരിയാണെന്നുള്ളതും അവർ വളർന്നു വന്നത് അമേരിക്കയിലാണെന്നുള്ളതിൻ്റെ ഒരു കൺഫ്ലിക്റ്റ് അവർ നമുക്ക് കാണാൻ കഴിയും. ലാഹിരി ഡെൽസ് ഇൻ ടു മിസ്സിസ് ദാസ് സ്ട്രഗിൾ ടു റീകൺസൽ ട്രഡീഷൻ വിത്ത് മോഡേണിറ്റി. ആ രീതിയിൽ അവർക്ക് അവരുടെ ട്രഡീഷൻ, പാരമ്പര്യവും മോഡേണിറ്റി, ആധുനികതയും തമ്മിൽ ചേർത്ത് വയ്ക്കുന്നതിൻ്റെ ഒരു സ്ട്രഗിളാണ് നമുക്ക് അവരിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കമ്മ്യൂണിക്കേഷൻ ആസ് എ സൈമിൾട്ടേനിയസ് ബാരിയർ ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇൻ ഇന്റർപ്രിറ്റർ ഓഫ് മാലഡീസ്. ഇനി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരേ സമയം ഒരു തടസ്സവും ഒരു അവസരവുമായിട്ട് ഈ കഥയിൽ എങ്ങനെയാണ് വരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. മിസ്റ്റർ കപ്പാസിസ് റോൾ ആസ് എൻ ഇന്റർപ്രിറ്റർ ഹൈലൈറ്റ്സ് ചലഞ്ചസ് ഇൻ ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. ഇയാളുടെ ജോലി തന്നെ, ഇന്റർപ്രിറ്റർ എന്നുള്ളൊരു ജോലി തന്നെ ഈ രീതിയിൽ ഈ സാംസ്കാരികവും ഭാഷാപരവുമായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഒരു തടസ്സമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇറ്റ് ഓൾസോ സെർവ്സ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഹിം. പക്ഷേ ആ തടസ്സത്തിൽ നിന്നാണ് അയാൾക്ക് അങ്ങനെ ഒരു ജോലി എന്നുള്ളൊരു അവസരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നത്. Characters, notably Mr. Kapasi and Mrs. Das, struggle with the limitations of verbal expression. ഇനി മിസ്റ്റർ കപ്പാസി മിസ്സിസ് ദാസും അവർ തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു, കണക്ഷൻ എന്തായിരുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുന്നുണ്ട്. മിസ്റ്റർ കപ്പാസി ഒരു റൊമാൻറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. മിസ്സിസ് ദാസ് ആണെങ്കിൽ ഒരു പാരന്റിനെ പോലെയാണ് മിസ്റ്റർ കപ്പാസി താൻ ഒരു വേദന പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആശ്വസിപ്പിക്കും എന്ന് തിരിച്ചു പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു കുറവിന്റെ
ഒരു എഫക്റ്റുകൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഈ സ്റ്റോറിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.